നമ്മുടെ ലൈഫിൽ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ട്. അഥവാ നമ്മുടെ കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് പണിയുക എന്ന് പറയുന്നില്ലേ? ആ സംഭവത്തിലെ രണ്ട് കൂട്ടുകാര്. അഥവാ അവര് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളെ എന്നും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മളൊന്ന് തിരിച്ചറിയണം. അവരാരൊക്കെയാണ്? അവരെന്താണ് നമുക്ക് തരുന്ന പണികൾ? നമ്മൾ എന്താണ് ലൈഫിൽ എവിടെയും എത്താത്തത്? ഈ 2 പേരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, അഥവാ ഇവർ 2 പേരെയും നിങ്ങൾ കണ്ടുപിടിച്ച് കൊന്നാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറും. അതിലൊന്നാമതായിട്ട് പറയുന്നത് പെർഫെക്ഷനിസം. ജീവിതത്തിൽ പല ആൾക്കാരും പരാജയപ്പെട്ടത് ഈ ഒരു സാധനം കൊണ്ടാണ്. പെർഫെക്ഷനിസം. അവനൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പെർഫെക്റ്റ് ആവണം. എന്തും തുടങ്ങാൻ എന്തൊക്കെയോ സെറ്റ് ആവാനുണ്ട് എന്നൊക്കെ. എൻ്റെ പല കൂട്ടുകാരോടും ഞാൻ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയാറുണ്ട്, എനിക്ക് അത് ശരിയാവാനുണ്ട്, ഇത് സെറ്റ് ആവാനുണ്ട്, എന്നിട്ട് അത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റ് ആവില്ല. കാരണം ഈ പെർഫെക്ഷനിസം അഥവാ പെർഫെക്റ്റ് ആവുക എന്നത് ഒരു കാര്യം തുടങ്ങിയിട്ട് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സെറ്റ് ആവുക, അത് പെർഫെക്റ്റ് ആവുക. അല്ലാതെ ഒരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുകയില്ല. മീൻസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടികളില്ലേ, കുട്ടികൾ നടക്കാൻ പഠിക്കുന്ന സന്ദർഭം, അവർ പൂർണ്ണമായിട്ടും നടക്കാൻ പഠിച്ചിട്ടല്ല അവർ നടക്കുന്നത്. അവർ നടക്കുമ്പോൾ വീഴും, പിന്നീട് വീണ്ടും 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 എഴുന്നേറ്റ് ഓടും. അങ്ങനെയാണ് അവരുടെ നടത്തങ്ങളൊക്കെ ശരിയായത്. അങ്ങനെയായിരുന്നു അവരൊക്കെ പെർഫെക്റ്റ് ആയത്. ചിലരൊക്കെ നടക്കാൻ പോകാൻ വേണ്ടി നല്ല ഷൂ വേണം, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ക്യാമറ വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യർ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള ഒരാളായിരിക്കും നിങ്ങളും, അല്ലെ? ആ രോഗത്തെ, ആ ശത്രുവിനെ നമ്മൾ കൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാതാക്കാൻ പഠിക്കണം. അതിൽ രണ്ടാമത് പറയുന്ന ഒരു സാധനമുണ്ട്, അഥവാ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് പ്രോക്രസ്റ്റിനേഷൻ. കാര്യങ്ങൾ തള്ളി വെക്കുക. മീൻസ് ഇന്ന് വൈകുന്നേരം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. വൈകുന്നേരം ആവുമ്പോൾ അവൻ പറയും, വേണ്ട, രാത്രി പഠിക്കാം. കുറച്ച് കഴിയുമ്പോൾ പറയും, രാത്രി ആയാൽ പറയും, നാളെ രാവിലെ പഠിക്കാം. അങ്ങനെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നിങ്ങൾ തള്ളി നീക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള പരാജയവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഓൺ ടൈമിൽ നിങ്ങൾ ചെയ്തോളാം. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ടൈമിൽ നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ തീരുമാനിക്കാനും പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ പരാജയവും അത് തന്നെയായിരിക്കും. തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓൺ ടൈമിൽ ചെയ്യുക. തീരുമാനിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുക. ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യം മാത്രം തീരുമാനിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.